ഹേയ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഒരാൾ നമ്മളോട് വന്ന് സഹോദര ഇത് ഹറാമാണ്, അള്ളാഹുവിനെ ഭയപ്പെടണം, ഇത് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളുടെ മറുപടി എന്തായിരിക്കും? പലപ്പോഴും നമ്മൾ പറയുന്നത് ഇങ്ങനെയായിരിക്കും: നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം, എന്നെ ഉപദേശിക്കാൻ നീ ആരാണ് എന്നൊക്കെയായിരിക്കും നമ്മൾ അവരോട് റീപ്ലൈ ചെയ്യുക. എന്നാൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, നമ്മളെ തിരുത്താൻ ഒരാൾ ശ്രമിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ആദ്യ പ്രതികരണം ദേഷ്യമായി പോകുന്നത്? എന്തുകൊണ്ടാണ് ഉപദേശം കേൾക്കുന്നതിന് പകരം ഉപദേശം പറയുന്ന വ്യക്തിയുടെ കുറവുകൾ അന്വേഷിക്കുന്നത്? നീയും തെറ്റുകൾ ചെയ്യുന്നില്ലേ, നീ ആദ്യം നന്നാവൂ, നിൻ്റെ ലൈഫ് ശരിയാക്കിയിട്ട് എന്നെ ഉപദേശിക്കാൻ വന്നാൽ മതി, ഇങ്ങനെയൊക്കെ നമ്മൾ അവരോട് പറയാറുണ്ട്. പക്ഷേ ഫ്രണ്ട്സ്, ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക: ഉപദേശം പറയുന്ന വ്യക്തി ഒരിക്കലും പെർഫെക്റ്റ് ആകണമെന്നില്ല. അയാൾക്കും ഒരുപാട് തെറ്റുകൾ ഉണ്ടായേക്കാം, അയാൾക്കും കുറവുകൾ ഉണ്ടായേക്കാം, അയാൾക്കും തിരുത്തപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ അയാൾ പറഞ്ഞ ആ ഒരു കാര്യം അത് സത്യമാണെങ്കിൽ ആ ഒരു സത്യത്തെ സ്വീകരിക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു മനുഷ്യൻ്റെ കുറവുകൾ ചൂണ്ടിക്കാണിച്ച് അയാൾ പറഞ്ഞ ശരിയായ കാര്യത്തെ തള്ളിക്കളയാൻ നമുക്ക് കഴിയില്ല. ഫോർ എക്സാമ്പിൾ, ഒരാൾ നമ്മളോട് പറയുകയാണ്, റോഡിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്യരുത്, ഇത് അപകടം ഉണ്ടാക്കാം. അയാൾ മേ ബി ഒരിക്കൽ നിയമം തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് അയാൾ പറഞ്ഞ ആ ഒരു അപകടത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് ഒരിക്കലും തെറ്റാകില്ല. അതുപോലെ തന്നെയാണ് ദീനും. നമ്മളെ അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്ന ഒരാൾക്ക് തന്നെ ചില കുറവുകൾ ഉണ്ടായേക്കാം. പക്ഷേ അയാൾ പറഞ്ഞത് ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്ന കാര്യമാണെങ്കിൽ അത് കേൾക്കാൻ നമ്മുടെ ഹൃദയം തയ്യാറാകണം. ഫ്രണ്ട്സ്, നമ്മൾ പലപ്പോഴും ഉപദേശത്തെ ഒരു ആക്രമണമായി കാണുന്നു. എന്നെ കുറ്റപ്പെടുത്തുകയാണ്, എൻ്റെ ലൈഫിൽ ഇടപെടുകയാണ്, എന്നെ താഴ്ത്തി കാണിക്കുകയാണ് എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ചിലപ്പോൾ അത് അള്ളാഹു നമ്മളെ ഓർമ്മിപ്പിക്കാൻ അയച്ച ഒരു അവസരമായിരിക്കാം. നമ്മൾ തെറ്റിലേക്ക് പോകുമ്പോൾ ആരും ഒന്നും പറയാതെ നിശബ്ദരായിരുന്നെങ്കിൽ നമ്മുടെ തെറ്റ് ഒരിക്കലും നമ്മൾ മനസ്സിലാക്കാതെ പോകും. അതുകൊണ്ട് ആരെങ്കിലും നമ്മളോട് വന്ന് ഇത് ചെയ്യരുത്, ഇത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞാൽ ഉടനെ നീ നിൻ്റെ കാര്യം നോക്ക് എന്ന് പറയുന്നതിന് മുൻപ് ഒന്ന് നിശബ്ദരാവുക, ഒന്ന് ചിന്തിക്കുക: അയാൾ പറഞ്ഞത് ശരിയാണോ? ഞാൻ ചെയ്യുന്നത് ശരിക്കും അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണോ? എൻ്റെ ഈ പ്രവൃത്തിയെ ന്യായീകരിക്കാൻ വേണ്ടിയാണോ ഞാൻ അയാളുടെ കുറവുകൾ അന്വേഷിക്കുന്നത് എന്ന് സ്വയം ചോദിക്കുക. കാരണം നമ്മൾ പലപ്പോഴും സത്യത്തെ എതിർക്കുന്നത് സത്യം തെറ്റായതുകൊണ്ടല്ല, സത്യം എന്നത് നമ്മുടെ ഇഷ്ടത്തിന് എതിരായതുകൊണ്ടായിരിക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം തെറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആ ഒരു സത്യം സ്വീകരിക്കുന്നതിന് പകരം പറഞ്ഞ വ്യക്തിയുടെ ലൈഫ് പരിശോധിക്കാൻ തുടങ്ങും. അവൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അവൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ആദ്യം അവരെ നോക്കൂ എന്നൊക്കെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് യഥാർത്ഥ വിഷയത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോകും. ഫ്രണ്ട്സ്, നമ്മുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നു മുതൽ ആ ഒരു കാര്യത്തിന് മാറ്റം വരുത്തുക. ആരെങ്കിലും നമ്മളെ നല്ല കാര്യം ഓർമ്മിപ്പിച്ചാൽ ആദ്യം അവരുടെ വാക്കുകൾ കേൾക്കുക, പിന്നെ അത് ശരിയാണോ എന്ന് പരിശോധിക്കുക. ശരിയാണെങ്കിൽ സ്വീകരിക്കാം. സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും കുറഞ്ഞത് ആ ഒരു വ്യക്തിയെ അപമാനിക്കാതിരിക്കുക. കാരണം നാളെ നമ്മളും ഒരു ഉപദേശം ആവശ്യമുള്ള അവസ്ഥയിൽ ആയേക്കാം. നമ്മൾക്കും തെറ്റുപറ്റിയേക്കാം. നമ്മളും ഒരാളുടെ സഹായത്തോടെ തിരുത്തപ്പെടേണ്ടി വന്നേക്കാം. അതുകൊണ്ട് നമ്മളെ തിരുത്തുന്നവരെ വെറുക്കുന്നതിന് പകരം അവർ പറഞ്ഞത് സത്യമാണോ എന്ന് നോക്കുക. നമ്മളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഒരു വാക്ക് അത് ആരുടെ വായിൽ നിന്നാണ് വന്നതെങ്കിലും അതിന് വളരെയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരാൾ നമ്മളോട് അള്ളാഹുവിനെ ഭയപ്പെടണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം മറുപടി പറയണം: അതെ, എനിക്ക് അള്ളാഹുവിനെ ഭയപ്പെടണം, ഞാൻ തെറ്റിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവെ എന്നെ തിരുത്തണമേ എന്ന് പറയാൻ കഴിയുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാവട്ടെ. കാരണം യഥാർത്ഥ വിനയം എന്നത് എനിക്കെല്ലാം അറിയാമെന്നതല്ല, എനിക്ക് തെറ്റിപ്പോകാം, എന്നെ തിരുത്തുന്ന വാക്കുകൾ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് സമ്മതിക്കുന്നതാണ്. അള്ളാഹു നമ്മളെ സത്യം തിരിച്ചറിയുന്നവരിലും സത്യം സ്വീകരിക്കുന്നവരിലും മറ്റുള്ളവരെ നന്മയിലേക്ക് ക്ഷണിക്കുന്നവരിലും ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.